ശ്രീ പി തങ്കച്ചൻ്റെ നിര്യാണം വളരെയേറെ ദുഃഖകരവും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ ഒരു നഷ്ടവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹവുമായി ദീർഘകാലത്തെ സൗഹൃദ ബന്ധം എനിക്കുണ്ട്. അദ്ദേഹത്തോടൊപ്പം 4 നിയമസഭകളിലും അംഗമാകാൻ അവസരമുണ്ടായി. ഏതാണ്ടൊരു 13 വർഷക്കാലം പി തങ്കച്ചൻ UDF കൺവീനറായിരുന്നു. ആ കാലയളവിൽ മുഴുവൻ UDFൻ്റെ ഉന്നത സംസ്ഥാന ഏകോപന സമിതിയിൽ അംഗമായിരുന്ന അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ശ്രീ പി തങ്കച്ചൻ കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ആളാണ്. UDF കൺവീനറായി ദീർഘകാലം പ്രവർത്തിച്ചു. ഒരു ഹ്രസ്വ കാലയളവിൽ അദ്ദേഹം KPCC പ്രസിഡൻറ്റിൻ്റെ ചുമതല വഹിച്ചു. സംസ്ഥാന നിയമസഭയിൽ 4 നിയമസഭകളിൽ പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ അംഗമായിരുന്നു. നിയമസഭാ സ്പീക്കറായിരുന്നു. 1 വർഷക്കാലം AK ആൻ്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ നിലകളിലെല്ലാം പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ച അദ്ദേഹം വളരെ വലിയ ഒരു പാർലമെൻ്ററി രംഗത്തും അതുപോലെ തന്നെ ഭരണരംഗത്തും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. UDF കൺവീനറെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ദീർഘകാലം UDF കൺവീനറായിരുന്ന കാറും കോളും നിറഞ്ഞ അന്തരീക്ഷങ്ങളിൽ UDFനെ നയിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വളരെ സമചിത്തതയോടുകൂടിയുള്ള പ്രവർത്തനം, എല്ലാ കാര്യങ്ങളും സമവായത്തോടു കൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വം UDFന് വലിയൊരു കരുത്തായിരുന്നു. അദ്ദേഹം അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണെന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ശ്രീ കരുണാകരൻ്റെ വലങ്കയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ശ്രീ കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC ഉണ്ടാക്കിയപ്പോൾ ശ്രീ തങ്കച്ചൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹം കോൺഗ്രസ്സിൽ ഉറച്ചു നിന്നുകൊണ്ട് ശ്രീ കരുണാകരനോടുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ സ്നേഹവും കടപ്പാടും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് കോൺഗ്രസ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും തീർത്തും അനാരോഗ്യവാനായ ഘട്ടത്തിലാണ് അദ്ദേഹം UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അന്ന് പല ഘട്ടങ്ങളിലും അദ്ദേഹം അതിനേക്കാൾ ഉന്നതമായ സ്ഥാനങ്ങൾ, ഗവർണർ സ്ഥാനത്ത് വരെ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ച സന്ദർഭങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ശ്രീ പി തങ്കച്ചൻ സാധാരണ ഒരു പ്രവർത്തകനായി പെരുമ്പാവൂർ അഭിഭാഷക വൃത്തിയിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അവിടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച് പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. എറണാകുളം DCCയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച സേവനമനുഷ്ഠിച്ച ഒരു കാലഘട്ടമുണ്ട്. കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനങ്ങളും അലങ്കരിച്ച അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എറണാകുളം ജില്ലയിലും കേരളത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സൗമ്യ മുഖം, വളരെ പക്വതയുള്ള ഒരു നേതൃത്വത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ശ്രീ പി തങ്കച്ചൻ. ശ്രീ ആര്യാടൻ മുഹമ്മദും പി തങ്കച്ചൻ അവരായിരുന്നു 2 ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായി നിയമസഭയിലും രാഷ്ട്രീയ രംഗത്തും അറിയപ്പെട്ടിരുന്ന ആളുകൾ. ആര്യാടൻ എവിടെയുണ്ടോ അവിടെയെല്ലാം തങ്കച്ചനുമുണ്ട്. അവർ തമ്മിലുള്ള സൗഹൃദം, അവർ തമ്മിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ആര്യാടനും തങ്കച്ചനുമാണ് ഒരു ജോഡി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ആദരവും ബഹുമാനവും ശ്രീ തങ്കച്ചനോട് പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അത്ര വലിയ സൗഹൃദമാണ്. ഞാൻ അദ്ദേഹം UDF കൺവീനർ സ്ഥാനം മാറിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുമ്പോൾ പെരുമ്പാവൂരിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. വളരെ സ്നേഹനിഷ്ഠമായ അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സഹകരണവും അദ്ദേഹവും എനിക്കുമായിട്ടുള്ള വ്യക്തിബന്ധം അത്ര സുദൃഢമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ ഉണ്ടായിട്ടുള്ളത്. ശ്രീ തങ്കച്ചൻ്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാലത്തെ സേവനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും മുമ്പിലെല്ലാം നന്ദിപൂർവ്വം അദ്ദേഹത്തെ സ്മരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എൻ്റെ അഗാധമായ അനുശോചനം ഞാൻ രേഖപ്പെടുത്തും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.